ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കത്തിയിലുള്ള ഇത്തരം കറകളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് കേട്ടോ. അപ്പൊ കത്തിയിലുണ്ടാകുന്ന ഇത്തരം കറൊക്കെ നമുക്ക് സാധാരണ കത്തി ഉപയോഗിക്കുന്നതിന് മടിയായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള കറൊക്കെ മാറ്റി നല്ല മൂർച്ചൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം അല്ലെ. അപ്പൊ ആദ്യം ഈ കറ എങ്ങനെ സിമ്പിളായിട്ട് പോക്കാം എന്നതാണ്. പലരും ഇത് സോപ്പ് ഉപയോഗിച്ച് സ്ക്രബ്ബർ ചെയ്യാറാ. പക്ഷെ അങ്ങനെ സ്ക്രബ് ചെയ്തതുകൊണ്ടൊന്നും പെട്ടെന്നൊന്നും ഈ കറ പോവാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പൊക്കിയെടുക്കുക എന്നത് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായി വേണ്ടത് ഒരല്പം പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പേസ്റ്റ് നമുക്കൊരല്പം എടുക്കുക. വൈറ്റ് പേസ്റ്റ്, ഏത് പേസ്റ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ വൈറ്റ് പേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ക്ലീനിങ് ഏജന്റ് ആയി കൂടുതൽ നല്ലതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റ് പേസ്റ്റ് കഴിഞ്ഞിട്ട് വൈറ്റ് പേസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം വൈറ്റ് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരല്പം പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം ഈ പേസ്റ്റും ഉപ്പും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഈ സൈഡുകളിലൊക്കെ നന്നായി ഒന്ന് ഈ പേസ്റ്റും ഉപ്പുപൊടിയും നന്നായി ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ നന്നായി ഒന്ന് ആക്കി കൊടുക്കണേ. ഇത് നന്നായി കൈകൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയും വേണം. എങ്കിൽ ഈ കറകളിലേക്കൊക്കെ ഇത് നല്ലോണം ഒന്ന് ഇറങ്ങി ചെല്ലുകയുള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ഈ കൈയിൻ്റെ പിടിയിലും ഒക്കെ നല്ല കറകളുണ്ട്. അപ്പം അതൊക്കെ പോവാൻ നമ്മുടെ ക്ലീനിങ് ഏജൻ്റായ പേസ്റ്റും അതുപോലെ ഉപ്പും കൂടി ചേരും. അപ്പോൾ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകു വശത്ത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, അവിടെയൊക്കെ നല്ല കറയുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. തേച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇതിൽ ഈ പ്രോസസ്സിങ് ഒന്ന് നടക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് കഴുകി കളയാം കേട്ടോ. അപ്പോൾ പിടിയിലൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഒരു കത്തിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തുരുമ്പെടുക്കുക അല്ലെങ്കിൽ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തിളക്കം എന്തായിരുന്നു എന്ന്. ഫസ്റ്റ് ഇതിൻ്റെ കത്തിയുടെ നിറവും ഇപ്പോഴുള്ള ഈ കത്തിയുടെ നിറവും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അധികം പാടൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അധികമായി ഒരു തന്നെ സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കോൾഗേറ്റും ഉപ്പും വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകുമ്പോൾ തന്നെ നന്നായി കറ ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കഴുകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയും. അപ്പോൾ ഇതുപോലെ കത്തിയിൽ കറകൾ, പൂപ്പൽ, അതുപോലെ തന്നെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത്. പുതിയ കത്തി പോലെ തിളങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ.